മഹാരാഷ്ട്രക്കാരുടെ പുതുവത്സരാഘോഷമായ ഗുഡി പാഡുവയാണ് ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ നടത്താൻ പോകുന്ന മുംബൈയിലെ മറൈൻ ലൈൻസിലെ ആഘോഷ കാഴ്ചകളുമായി ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ചൈത്രമാസത്തിലെ ആദ്യ ദിനമാണ്. മഹാരാഷ്ട്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതുവത്സര ദിനമാണ്. മഹാരാഷ്ട്രയിൽ ഗുഡി പാഡുവ എന്നതാണ് അതിന് വിളിക്കുന്നതെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിൽ അത് ഉഘാഡിയാണ്. ഏതായാലും ഗുഡി പാഡുവ ദിനവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ വിപുലമായ ആഘോഷമാണ്. പ്രധാനമായും രാവിലെ നടക്കുന്ന മെഗാ റാലിയാണ് ഏറ്റവും സവിശേഷമായ, ഏറ്റവും വർണ്ണശബളമായ കാഴ്ചകളൊന്ന്. ആ കാഴ്ചയാണ് എനിക്ക് പുറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റാലിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് എല്ലാ വർഷവും ഞാൻ കാണുന്നതാണ്. പലപ്പോഴും ഈ റാലിയുടെ മുൻ വശത്ത്, അതായത് ഈ റാലിയെ നയിച്ചു വരുന്നത് ബൈക്കുകളിൽ വരുന്ന സ്ത്രീകളാണ്. സ്ത്രീകളെ ഇവർ എത്രത്തോളം ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകുന്നു എന്നതുകൂടി ഈ കാഴ്ചയിൽ ശ്രദ്ധേയമാണ്. ചിലരോടൊക്കെ നമുക്കൊന്ന് പ്രതികരണങ്ങൾ കൂടി ചോദിക്കാം. बहुत खुशी है आप? बहुत ज़्यादा. This is the first time I'm participating in a rally and I was so looking forward to it and I made it today, so I'm very happy. हम मलयालीज का न्यू ईयर भी आने वाला है. Pongal, is that? नहीं, हमारा विशु है. Okay, Vishu. Okay, I'm sorry. So I would like to wish you all also. This is a traditional Marathi. Yes, it is. Any specific name for this? This is called काय म्हणतात त्याला, धोती कुठे आहे, नऊवारी. So this is Nawari. So normally we wear it on occasions like these, and this is very traditional to Maharashtra. So this is nath that we wear during festivals, our marriages and everything like that. ഈ ഗുഡി പാഡുവ ദിനത്തിൽ കാണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സാധനം കൂടിയുണ്ട്. അത് ഗുഡിയാണ്. അതായത് നമുക്ക് വിഷുവിന് നമ്മൾ കണിക്കൊന്ന തൂക്കുന്നത് പോലെ ഇവിടെ വീടുകളിൽ അവർ ഗുഡികൾ സ്ഥാപിക്കാറുണ്ട്. ഇതാണ് ഒരു ഗുഡി. സാധാരണ ഒരു വടി, അതിന് മുകളിൽ ഇലകളും പൂക്കളും വെച്ച് അലങ്കരിക്കും. അതിന് മുകളിൽ ഒരു കലം, അത് ഒരുപക്ഷെ കോപ്പറിൻ്റെ ആകാം, സിൽവറിൻ്റെ ആകാം, അതിങ്ങനെ കമിഴ്ത്തി വെക്കുന്നു. അതാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ റാലിയിൽ ഞാൻ മുന്നിൽ കാണുന്ന ഗുഡിയിൽ ഈ മീനും വലയും ഒക്കെ കാണുന്നുണ്ട്. അതായത് മീൻ പിടിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടി പ്രാതിനിധ്യം ഇതിലുണ്ട്. മഹാരാഷ്ട്രയിൽ ഇങ്ങനെ പലയിടങ്ങളിൽ വിവിധ റാലികളും മറ്റുമായി മഹാരാഷ്ട്രക്കാരുടെ ശക്തി, അവരുടെ സംഗീതം, അവരുടെ വർണ്ണവൈവിധ്യങ്ങൾ, അവരുടെ വസ്ത്രധാരണം, അങ്ങനെ അവരുടെ വൈവിധ്യങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് വിളിച്ചോതുന്ന റാലികളാണ് എങ്ങും മഹാരാഷ്ട്രയിൽ കാണാൻ കഴിയുന്നത്. മുംബൈയിലെ കാഴ്ചകളും വ്യത്യസ്തമല്ല.